അസലായി. പിന്നെ വേറെ കാര്യം പറ്റേ, ഇതിന്റെ ഈ പാട്ടിന്റെ ഇതിന്റെ ഒരു പാരഡി ചെയ്യാൻ പറ്റേ ഒരു നാലൂരി. ഇത് സാധാരണ വീട് വെക്കുമ്പോഴേ നമ്മുടെ വീട്ടില് എല്ലാവരും വന്നിട്ട് ചോദിക്കും, ഓരോരുത്തർ എന്ത് പറഞ്ഞാലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഓരോ ആൾക്കാർ വന്നിട്ട് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ശരിയല്ല ഇവിടെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാൻ വേണ്ടി വന്ന് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഒരാള് കോട്ടയത്തിനടുത്ത് നല്ലൊരു വീട് വെച്ചു, അബൂബക്കർ, നല്ലൊരു ചേട്ടനല്ല വേറെ നല്ലൊരു വീട് വെച്ചു, പെരവാസ്തോലി വെച്ചു, എല്ലാവരും കാണാൻ വന്നു. നമ്മള് ചില ആൾക്കാർക്കുണ്ടല്ലോ എന്ത് പറഞ്ഞാലും കുറ്റം പറഞ്ഞ പോലെ ടൈപ്പ്. അപ്പൊ എല്ലാം കൊണ്ട് ഒരു കുറ്റം പോലും പറയാനില്ല. പെയിന്റ് നല്ലത്, പണി നല്ലത്, ഇന്റീരിയർ നല്ലത്, എല്ലാം നല്ലത്. എന്നാലും പുള്ളിക്കൊരു സമാധാനം കുറവ്. എല്ലാം കഴിഞ്ഞിട്ട് അബൂബക്കറൊക്കെ ചോദിച്ചു, ഇപ്പൊ നമ്മുടെ വീട് എങ്ങനെ കലക്കിയോ? പണി കൊള്ളാം, എല്ലാം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, പറയാനൊന്നുമില്ല. അവസരം പറയാ പൊളിക്കാൻ കുറച്ച് പാടുപെടുന്നു. ഇത് കറക്റ്റാണ്. ഇങ്ങനെയുള്ള ഈ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലുള്ള ക്യാരക്ടേഴ്സിന് വെച്ച് യാത്ര ഒരു ജസ്റ്റ് ഒരു ഇരുനീല പൊരപണി തുടങ്ങണ ഒരുക്കം കണ്ടേ, ഒടുക്കത്തെ അഭിപ്രായം പറഞ്ഞെന്നെ തൊലച്ചോരുണ്ടേ. ഇരുനീല പൊരപണി തുടങ്ങണ ഒരുക്കം കണ്ടേ, ഒടുക്കത്തെ അഭിപ്രായം പറഞ്ഞെന്നെ തൊലച്ചോരുണ്ടേ. മച്ചിന്റെ പണി മെല്ലെ തുടങ്ങിയപ്പോ ചിലര് മച്ചെല്ലാം പൊളിച്ചിട്ട് വാർക്കുവാൻ പറഞ്ഞു. വാർത്തപ്പോൾ അത് മൊത്തം ചോരണതറിഞ്ഞു. ചോർച്ചകളടക്കുവാൻ ഓടിടാൻ പറഞ്ഞു. ഓടിട്ടാലുടയുമെന്നൊരു തന്റെ ശകാരം കേട്ടേ. ആ ഓടെല്ലാം ഉടനടി പൊളിച്ച് ഞാൻ ഓലമേടഞ്ഞേ. വീടിന്റെ അടുക്കള പണി കഴിഞ്ഞുടനെ ദർശനം കിഴക്കോട്ട് തിരിച്ചില്ലെന്നൊരുത്തൻ. കർശനം അത് മൊത്തം തകർക്കുവാൻ പറഞ്ഞു. വർത്താനം പറഞ്ഞവർ പല വഴി പിരിഞ്ഞു. ഞാനിപ്പോൾ കടത്തിണ്ണൽ കണ്ണും പൂട്ടി കിടക്കുന്നുണ്ടേ. എന്റെ ഇരുനീല പൊരപണി കഴിയണ കിനാവും കണ്ടേ. താങ്ക് യു.